ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലേ ഉപയോഗിച്ച് കമ്മലുകൾ ഉണ്ടാക്കാൻ പോവാണ്. 4 തരത്തിലുള്ള കമ്മലുകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ പോളിമർ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. 20 കളേഴ്സിൻ്റെ ഒരു സെറ്റായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിൽ പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട്, പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും ഉണ്ട്. നമ്മുടെ അടുത്തുള്ള കടകളിൽ എയർ ഡ്രൈ ക്ലേ ഒക്കെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. പക്ഷേ പോളിമർ ക്ലേ ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കമ്മൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ള കുറച്ച് കളേഴ്സ് ഇവിടെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി സ്മൂത്താക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ പരത്തിയെടുക്കണം. ചപ്പാത്തി പരത്തണ കോല് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ മാർക്കറോ എന്തെങ്കിലും ഉരുണ്ടത് ഇതേപോലെയുള്ളത് എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കണം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണിലിടുന്ന ഗ്ലൂ സ്റ്റിക്കില്ലേ, അത് യൂസ് ചെയ്തിട്ടാണ് പരത്തി കൊടുക്കുന്നത്. ചപ്പാത്തി പോലെ അത്രയും തിന്നാക്കി നമ്മൾ പരത്തരുത്, കുറച്ചൊരു തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തി കൊടുക്കാനായിട്ട്. പിന്നെ ഒരേ പ്രഷർ യൂസ് ചെയ്ത് പരത്തിയെടുക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ തിക്നെസ് നമുക്ക് കിട്ടും. ഇനി നമ്മളിതിൽ എന്തെങ്കിലും ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള അടപ്പ് യൂസ് ചെയ്ത് ഇതേപോലെ പ്രസ് ചെയ്തെടുക്കണം. നമുക്ക് പേനയുടെ ടോപ്പ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയ അടപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ 2 എണ്ണം ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇതിൽ നിന്ന് അടർത്തിയെടുക്കണം. ഈ റൗണ്ട് ഷേപ്പുകൾ ഇതിൽ നിന്ന് അടർത്തിയെടുക്കുക. ഇങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ അരികു വശം എന്തെങ്കിലും ചെറിയ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്മൂത്താക്കി എടുക്കുക. ബാക്കിയുള്ള ക്ലേ നമുക്ക് വേഗം തന്നെ എടുത്തു വയ്ക്കാം കേട്ടോ. എയർ ഡ്രൈ ക്ലേ പോലെ ഇത് അത്ര പെട്ടെന്ന് ഡ്രൈ ഒന്നും ആവില്ല. എന്നാലും പുറത്തധികം സമയം വെക്കണം നല്ലതൊന്നുമല്ല. നമുക്ക് കവറിലാക്കി എടുത്തു വയ്ക്കാം. ഇനി ഞാൻ അടുത്ത കളറ് ക്ലേ പരത്തി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി വലിയ സൈസിലുള്ള ഒരു അടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ 2 റൗണ്ടുകൾ പ്രസ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അരികുവശം ഞാനിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണുണ്ട് കേട്ടോ. ഒരു കത്തി യൂസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്, അതുകൊണ്ടാണ്. ഇതും നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തത് ഗ്രേ കളറിലുള്ള ക്ലേ ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി വലിയ റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ 2 റൗണ്ടുകൾ പ്രസ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ തൊട്ട് മുമ്പ് യൂസ് ചെയ്ത അടപ്പില്ലേ, ഇതിനേക്കാളും കുറച്ച് ചെറുത്, അത് യൂസ് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അതായത് ഒരു ചന്ദ്രക്കല പോലത്തെ ഷേപ്പ് ഇതിനാക്കി എടുക്കുകയാണ്. 2 ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി യെല്ലോ കളറിൽ നമ്മൾ ഏറ്റവും ആദ്യം യൂസ് ചെയ്ത ചെറിയ അടപ്പുണ്ടല്ലോ, അത് യൂസ് ചെയ്ത് 4 റൗണ്ടുകൾ ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് ഈ ഓരോന്നിന്നും ഏകദേശം നടുക്കിൽ വെച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് ഈ ഒരു ഷേപ്പിലുള്ള ഒരു ക്ലേ കിട്ടും, ഒരു മഴത്തുള്ളി പോലത്തെ ഒരു ഷേപ്പ്. അപ്പോൾ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് 2 എണ്ണം ഇതേപോലെ പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മൊത്തം 8 എണ്ണം നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ളത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളൊരു കമ്മലിന് വേണ്ടിയിട്ട് ഇത്രയാണ് ഇവിടെ കട്ട് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഹോൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അരികുവശത്തേക്ക് ചേർത്ത് വേണം നമ്മൾ ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് ഇതിൽ ഹോളുകൾ ഇട്ട് കൊടുക്കുക. ചിലതിലൊക്കെ മേലെയും താഴെയും ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രേ കളറിലുള്ളതുണ്ടല്ലോ, അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് 4 ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കി ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 കമ്മലും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ അടപ്പെടുത്ത് അതിൻ്റെ മേലെ ഇതെല്ലാം ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത കമ്മൽ ഉണ്ടാക്കാനുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിൽ ഞാൻ ബ്ലാക്ക് കളർ ക്ലേ ആണ് ഇങ്ങനെ പരത്തി എടുത്തിട്ടുള്ളത്. അതിൽ നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയുടെ അടപ്പുണ്ടല്ലോ, ആ അടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആദ്യം യൂസ് ചെയ്ത റൗണ്ട് ആയിട്ടുള്ള അടപ്പുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് 2 റൗണ്ടുകളും ഇതേപോലെ പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ പല കളേഴ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ഡ്രസ്സിൻ്റെ മാച്ചിനനുസരിച്ച് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡാർക്ക് ഗ്രീൻ കളർ എടുത്തിട്ട് കുറച്ച് മാത്രം എടുത്താൽ മതി. എന്നിട്ട് വിരൽ യൂസ് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഒരു നൂല് പോലെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. ഒരേ തിക്നെസ്സിൽ ഞാനിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയമെടുത്ത് പതുക്കെ അത് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടും ഞാനിങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് ഗ്ലൂ ആവശ്യമുണ്ട്. ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലേയുടെ മേലെ ക്ലേ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. ഏകദേശം ഞാനിതിൻ്റെ മേലെ മൊത്തത്തിൽ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 2 കമ്മലിന് വേണ്ടിയിട്ട് ഞാൻ 2 എണ്ണം ഒരേ സൈസിലുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പൂക്കളും ഇലകളൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റെമ്മിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ
നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന രീതിയിൽ ഇതേപോലെ ഗ്രീൻ കളറിലുള്ളത് ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്യാൻ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ മുമ്പ് എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്ത് കമ്മലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എയർ ഡ്രൈ ക്ലേ കുറച്ചും കൂടി ഒരു നനവ് ഉണ്ടായിരുന്നു, നമുക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരുന്നു. പോളിമർ ക്ലേ കുറച്ച് ഹാർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എയർ ഡ്രൈ ക്ലേ നോർമലി ആ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുള്ളത്. പോളിമർ ക്ലേ പല കളേഴ്സിലുള്ളത് അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പോളിമർ ക്ലേ ആണ് കൂടുതൽ നല്ലത്. കാരണം ഇത് താഴെ വീണ പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എയർ ഡ്രൈ ക്ലേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വീണ പൊട്ടിപ്പോവും. അതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പൊട്ടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ നല്ലത് ഇതാണ്. പിന്നെ എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്ത് നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ള കളറ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇതാവുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്ത് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ എയർ ഡ്രൈ ക്ലേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വേഗം അത് ഡ്രൈ ആയി പോവും. പിന്നെ നമുക്കത് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതേപോലെ പുറത്തൊക്കെ വെച്ചാൽ വേഗം ഡ്രൈ ആയി പോവും. പോളിമർ ക്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം എടുത്ത് പതുക്കെ ചെയ്തെടുക്കാം. കാരണം അത് പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല, തനിയെ ഡ്രൈ ആവില്ല, നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ ഇന്നിവിടെ ബേക്ക് ചെയ്തിട്ടല്ല ചെയ്യണത്, നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ നമുക്ക് പതിയെ കാണാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേന്നുള്ളത്. ഇനിയിപ്പോൾ ഞാനിതിൽ യെല്ലോ കളർ യൂസ് ചെയ്ത് പൂവ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇത് ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ടൂൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നമ്മുടെ കൈ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ യെല്ലോ കളറിലുള്ളത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഓരോരോ പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതായത് 5 ഇതളുകളുള്ള പൂവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരെണ്ണം നടുക്കിലും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ 2 കമ്മലിൽ ഞാൻ ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റെഡ് കളറിലുള്ളത് ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു പൂവിന് വേണ്ടിയിട്ട് 3 എണ്ണം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊരു പിന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് അതിനെങ്ങനെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിന്നെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിന് നടുക്കിലായിട്ട് പിൻ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ലാവൻഡർ കളർ ക്ലേ യൂസ് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ആ ഉരുട്ടിയത് അങ്ങനെ തന്നെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലുള്ളൊരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ നടുക്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒന്ന് കുഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ പേനയുടെ ട്യൂബ് ഉണ്ടല്ലോ, മഷി കഴിഞ്ഞിട്ടുള്ള ട്യൂബ് യൂസ് ചെയ്ത് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇത് സ്റ്റഡിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിലും മേൽഭാഗത്ത് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 കമ്മലിൽ നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യത്തെ പോലെ സ്റ്റീലിൻ്റെ അടപ്പിൽ ഞാനിതിങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് എന്നിട്ട് നമുക്ക് നീക്കി വയ്ക്കാം. അടുത്ത കമ്മലിന് വേണ്ടിയിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ആ ഫെയർ ആൻഡ് ലവ്ലിയുടെ അടപ്പുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ നേരത്തെ ഗ്രീൻ കളറിൽ ഇങ്ങനെ നൂല് പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ ഉണ്ടാക്കിയെടുത്ത് കട്ട് ചെയ്ത് ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഒരു പൂവും അതിൻ്റെ സ്റ്റെമ്മും ഇലകളൊക്കെയാണ് ഇതിലുണ്ടാക്കിയെടുക്കാനായിട്ട് പോണത്. മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ ഇലകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇലയുടെ നടുക്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി റെഡ് കളർ ക്ലേ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ പൂ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോണത്. ഡീറ്റെയിൽ ആയിട്ടുള്ള പൂവൊന്നുമല്ല, വെറുതെ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു രീതിയിലുള്ള പൂവാണ് ഞാൻ ഉണ്ടാക്കി വെക്കണത് കേട്ടോ. അപ്പോൾ ഗ്ലൂ ആക്കി കൊടുത്ത് ഞാനിത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 കമ്മലിലും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാം. ഇനി ഈ പൂവിൽ നമ്മൾ കത്തി യൂസ് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ആ പൂവിൻ്റെ ഞെട്ടുണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ ഈ ഗ്രീൻ കളർ ഉണ്ടാക്കിയില്ലേ, അതേ രീതിയിൽ കുറച്ചും കൂടി തിന്നായിട്ട് ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. 4 എണ്ണം അതേ രീതിയിലുള്ള ചെറുത് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഹാങ് ചെയ്തിടുന്ന കമ്മലായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. ഇത് ഐപ്പിനാണ്. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഐപ്പിൻ ഇത്ര നീളം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ താഴ്ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഈ കമ്മലിൻ്റെ മേൽഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ
താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള സംഭവമില്ലേ, അത് മാത്രം മേലെ ഉണ്ടായാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ സ്റ്റീലിൻ്റെ അടപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കമ്മലും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ അടപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ മുമ്പ് ചെയ്തെടുത്ത പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കണില്ല. ഇനി നമുക്ക് ഈ ക്ലേ ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ക്ലേ വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു പാക്കിൻ്റെ കൂടെ അതെങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇന്ന് ഓവനിൽ വെച്ചിട്ടല്ല ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്, നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാൻ സ്റ്റൗവിൽ ഏറ്റവും ചെറിയ ബർണറിൽ നല്ല കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ പഴയ പാത്രം ഇതിനായിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ കമഴ്ത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ കമ്മലുകൾ വെച്ചിട്ടുള്ള പ്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇതിൽ വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെക്കുകയാണ്. നമ്മൾ തീ ഏറ്റവും കുറവിലിടുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കണം ഇത് നമ്മുടെ ക്ലേ ഒക്കെ ഹാർഡായിട്ടുണ്ടോയെന്ന്. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കുക. എനിക്ക് ഏകദേശം ഒരു മണിക്കൂർ വെക്കേണ്ടി വന്നു. എന്നിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിനി ഈ കമ്മലുകളൊക്കെ എടുത്ത് ഇതെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് കമ്മലായിട്ട് ഇതിനെ മാറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കമ്മൽ റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ ഹാങ് ചെയ്തിടുന്ന കമ്മലായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഹുക്ക് ആവശ്യമുണ്ട്. ഇത് ഗോൾഡൻ കളറിലുള്ളതും സിൽവർ കളറിലുള്ളതൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഈ താഴ്ഭാഗം പ്ലെയർ യൂസ് ചെയ്ത് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് അതിനെ ക്ലോസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഹുക്ക് ഉണ്ടല്ലോ, അത് ജ്വല്ലറി മേക്കിങ്ങിനുള്ള ഐറ്റംസൊക്കെ കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള കമ്മലുകൾ റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ളത് എല്ലാത്തിനും നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഇതുപോലുള്ള റിങ് നമുക്ക് ആവശ്യമുണ്ട്. ഇതും നമുക്ക് സിൽവർ കളറിലും ഗോൾഡൻ കളറിലും ബ്ലാക്ക് കളറിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഇതേപോലെ പ്ലെയർ യൂസ് ചെയ്ത് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഭാഗം ഇതിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ബാക്ക് സൈഡ് ആ പ്ലെയർ യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ കമ്മലുകളിലും കണക്ട് ചെയ്യാനുള്ള ഭാഗത്ത് ഈ റിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിതിലെല്ലാത്തിലും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലാവൻഡർ ഗ്രീൻ കമ്മലുണ്ടല്ലോ, അതിൽ ഞാൻ ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് കമ്മലിൻ്റെ സ്റ്റഡിൻ്റെ ബേസാണ്. ഇത് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞാനിവിടെ സൂപ്പർ ഗ്ലൂ എടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്ലൂ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. അതുകൂടാണ്ട് ഞാനിവിടെ ക്യാൻവാസിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ഒക്കെ കോളറിൻ്റെ ഉള്ളിൽ വെക്കണ ഒരു ക്ലോത്തില്ലേ, ഒരു സ്റ്റിഫായിട്ടിരിക്കണത്, അതാണ് യൂസ് ചെയ്യണത്. റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ സ്റ്റഡിൽ ഈ ക്യാൻവാസിൻ്റെ ക്ലോത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്ത് ഇതേപോലെ ഈ സ്റ്റഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ക്ലോത്ത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ആദ്യം തന്നെ ചെയ്യണത്. അതിനുശേഷം ഞാൻ ഗ്ലൂ മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഈ സ്റ്റഡിലും ഈ ക്ലോത്തിലും ഗ്ലൂ ആക്കി കൊടുത്തിട്ടാണ് നമ്മളുടെ കമ്മലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലോത്ത് യൂസ് ചെയ്യണത് ഒരു ഡബിൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അത് വിട്ടു പോരണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ മറ്റേ കമ്മലിലും കൂടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ കമ്മലുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓരോന്നും ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്